നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധം അങ്ങ് പശ്ചിമേഷ്യയിലാണ് നടക്കുന്നത് എങ്കിലും തീ വീഴുന്നത് ഇങ്ങ് കേരളത്തിലെയും മറ്റ് ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും സാധാരണക്കാരുടെ നെഞ്ചിലാണ്. യുദ്ധത്തിന്റെ പരിണിതഫലമായി ഇപ്പോൾ 10 ദിവസത്തോളം യുദ്ധം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. യുദ്ധത്തിന്റെ പരിണിതഫലമായിട്ട് എണ്ണവില കുതിച്ചു കയറുന്ന അവസ്ഥ, LPG സിലിണ്ടറുകളുടെയൊക്കെ വില ഓൾറെഡി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമസ്ത മേഖലയും ആ പശ്ചിമേഷ്യയിലെ യുദ്ധം ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ യുദ്ധം പ്രത്യേകിച്ച് ഹോർമൂസ് കടലെടുക്ക് അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം, പല എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം നീക്കങ്ങൾ സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുമോ? വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഇതുമൂലം സംഭവിക്കുമോ? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമ്പത്തിക കാര്യ വിദഗ്ധൻ ശ്രീ രാജീവ് രാമനാഥ്, ഒപ്പം തന്നെ റിട്ടയർഡ് അധ്യാപികയും ഒപ്പം സാമ്പത്തിക കാര്യ വിദഗ്ധയും ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് മികച്ച പ്രഭാഷണം നടത്തുന്ന വ്യക്തിത്വം കൂടി ആയിട്ടുള്ള ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ രാജീവ് രാമനാഥ്, നമുക്കറിയാം യുദ്ധം അങ്ങ് പശ്ചിമേഷ്യയിലാണ്, പക്ഷേ അതിന്റെ ഇമ്പാക്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണയുടെ രൂപത്തിൽ. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ഒരു യുദ്ധം എങ്ങനെയാണ് ഈ എണ്ണ വിലയിൽ ഒരു വർധനവ് ഉണ്ടാക്കുന്നത് എന്നത് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. സിമ്പിൾ ആണത്. ആക്ച്വലി ഇന്ത്യയുടെ എണ്ണ, അതായത് ക്രൂഡ് ഓയിൽ, നമ്മൾ 85% ഇമ്പോർട്ട് ചെയ്യാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 85% നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. ഈ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് ക്രൂഡ് ഓയിലാണ് നമ്മുടെ പെട്രോളിനും ഡീസലിനും ഉള്ള ബേസിക് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ. ഓക്കെ, ഈ റോ മെറ്റീരിയൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മളൊരു എക്സാമ്പിൾ ഒരു ഡിസംബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു സമയമാണ് അത്. ആ ഡിസംബർ മാസം മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം $60 ആയിരുന്നു ഒരു ബാരലിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ $100-110 അതിന്റെ വില ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില നിലവിലുള്ളതിൽ നിന്ന് ഓൾമോസ്റ്റ് 60-65% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ നിത്യജീവിതത്തിലുള്ള ചെലവുകളും അതേമാതിരി ഈ രാജ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ പ്രധാനമായ ഒരു കോസ്റ്റ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ അടുത്ത് ഓൾമോസ്റ്റ് 1 മാസത്തെ റിസർവ് ഓയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് എക്സോസ്റ്റ് ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ വില കൊടുത്ത് ക്രൂഡ് വാങ്ങിക്കേണ്ടി വരും. ക്രൂഡ് വാങ്ങിച്ചിട്ട് റിഫൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നിലവില് പെട്രോളിന് $100 ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ടാക്സ് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും ടാക്സ് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേ പെട്രോളും ഡീസലും 140-150 രൂപയ്ക്ക് നമുക്ക് 1 ലിറ്റർ വാങ്ങിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നുമുള്ള ചെലവും ശരി കൂടുന്നു. അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും ഫ്യൂവൽ കോസ്റ്റും കൂടുന്നതോടുകൂടി തന്നെ അതിന്റെയും വില കൂടുന്നു. ചിലപ്പോൾ വലിയ രീതിയിൽ ഒരു ഫാമിലിയുടെ ബഡ്ജറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പം റഷ്യയുടെ ഭാഗത്തു നിന്നും എണ്ണ മേടിക്കുവാനുള്ള ചില തീരുമാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ചൊല്ലി ചില വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു ഓയിൽ സെക്യൂരിറ്റിക്ക് എത്രത്തോളം ഒരു മുതൽക്കൂട്ടാകും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ? അല്ല, റഷ്യയുമായിട്ടുള്ള എണ്ണക്കരാറ് വലിയ ഒരു ഗുണം ചെയ്യില്ല. ഓക്കെ, നമുക്ക് അതിൽ ഉള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. എണ്ണ ഇല്ലാണ്ടാവുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് എണ്ണ ഇല്ലാണ്ടാവില്ല, പകരം നമുക്ക് ഓയിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇപ്പോ അതായത് കുറച്ചു കാലം മുമ്പ് വരെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് റഷ്യ $8-12 വരെ, അല്ല $20 വരെ മാർക്കറ്റിൽ, അതായത് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിലുള്ള പ്രൈസിനെക്കാട്ടിലും കുറച്ച് ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഓയിൽ മാർക്കറ്റിനെക്കാട്ടിലും ഇപ്പോ ഒരു $4-5 ഹയർ പ്രൈസിലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓയിൽ മാർക്കറ്റ് ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ തന്നുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് ഓയിലിന്റെ അവൈലബിലിറ്റി ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് നമ്മളുടെ ഫോറിൻ പോളിസിയുടെ പോരായ്മകൾ കാരണം ഓൾറെഡി അത് നമ്മൾ നഷ്ടപ്പെടുത്തിയെന്ന് വേണം എനിക്ക് പറയേണ്ടി വരിക.
ഓക്കെ. യെസ്, ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമുക്കറിയാം ഈ മിസൈൽ ആക്രമണവും ബോംബാക്രമണവും ഒക്കെ അങ്ങ് പശ്ചിമേഷ്യയിലാണ് നടക്കുന്നതെങ്കിലും ഇങ്ങ് കൊച്ചു കേരളത്തിൽ വരെ സാധാരണക്കാരന്റെ നെഞ്ചത്തേക്ക് ഈ വിലക്കയറ്റത്തിന്റെ രൂപത്തിൽ ഒരു മിസൈൽ ആക്രമണം നടക്കാൻ പോകുന്നു. അപ്പോൾ എത്രത്തോളം ഈ കുടുംബ ബഡ്ജറ്റിനെ ഈ ഒരു സ്ഥിതിവിശേഷം താളം തെറ്റിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്? പറഞ്ഞതുപോലെ തന്നെ ഇത് അടുക്കള ബജറ്റിനെ അല്ലെങ്കിൽ കുടുംബ ബജറ്റിനെ വല്ലാതെ താളം തെറ്റിക്കും. കാരണം ഡൊമസ്റ്റിക് സിലിണ്ടറിന്റെയും കൊമേഴ്സ്യൽ സിലിണ്ടറിന്റെയും പ്രൈസിലുണ്ടാകുന്ന വർധനവ് രണ്ട് രീതിയിൽ അഫക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു താളപ്പിഴകൾ കുടുംബ ബജറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുക്കള ബജറ്റിനെ ബാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് ടോട്ടൽ ഒരു ഗ്യാസ് സിലിണ്ടർ ശരാശരി ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത് അതിന്റെ പ്രൈസ് ഹൈക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണേണ്ടത് അത്യാവശ്യ വസ്തുക്കളുടെ വിലയും ഇതനുസരിച്ച് കൂടും. പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ ഇപ്പൊ ഹോട്ടൽ ഇൻഡസ്ട്രീനെ ബാധിക്കുന്നു, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീനെ ബാധിക്കുന്നു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ ബാധിക്കുന്നു. ഇവരെല്ലാവരും ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമോഡിറ്റീസിന്റെ പ്രൈസ് കൂടുന്നു. ദെൻ അനദർ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് CNG ഗ്യാസ് ആകട്ടെ ഏത് രീതിയിലാട്ടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു. മൊത്തത്തില് കോസ്റ്റ് കൂടുമ്പോഴത്തേക്കും പ്രൈസിനെ ബാധിക്കുന്നു. മാത്രമല്ല ലാഭത്തെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബിസിനസ് വേൾഡിന്റെ ആവശ്യമായതുകൊണ്ട് പ്രൈസ് ഹൈക്ക് അല്ലാതെ മറ്റൊരു റെമഡി അവർക്കില്ല. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മളിപ്പോ ഫിനാൻസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയണം, നമ്മളിങ്ങനെ 50, 20, 30 എന്നൊക്കെ പറഞ്ഞ് ഫിനാൻസ് മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത്ര പെർസെന്റേജ് ഓഫ് ഇൻകം ആയിരിക്കണം അടുക്കള ബജറ്റിന് വേണ്ടി മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വേണ്ടി മാറ്റിവെക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുന്നു. കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ അത് സേവിങ്ങിനെയൊക്കെ ബാധിച്ചാൽ, സേവിങ് എക്സ്പെൻഡിച്ചറിനെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെയൊക്കെ ബാധിച്ചാൽ ഇൻ ദ ലോങ് റൺ അത് മൊത്തത്തിൽ പ്രൊഡക്ഷനെയും മാനുഫാക്ചറിങ്ങിനെയും ബാധിക്കുന്നത്. അല്ലാണ്ട് കേവലം ഒരു സിലിണ്ടറിന്റെ വില കൂടിയത് അടുക്കള സാധനത്തിന്റെ വില കൂടിയെന്ന് മാത്രം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുമ്പോൾ സേവിങ്ങിന് വേണ്ടിയുള്ള കോസ്റ്റ് കുറയുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള കോസ്റ്റ് കുറയുന്നു. ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എംപ്ലോയ്മെന്റ് കുറയുന്നു, ഇൻകം ജനറേഷൻ കുറയുന്നു. ഇതിനെ എല്ലാത്തിനും ഈ ഓൾ മാക്രോ എക്കണോമിക് ഇൻഡിസസിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വേണം വായിച്ചെടുക്കാൻ. അല്ലാണ്ട് കേവലം അരിയുടെ സാധനത്തിന്റെ വില വർദ്ധിച്ച് മാത്രമായിട്ടോ ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിച്ച് മാത്രമായിട്ടല്ല കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ഇൻഡിസസും, ഇൻകം ആകട്ടെ, സേവിങ് ആകട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ, കൺസംഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഡിസസിനെയും കൂടി നമ്മൾ ചേർത്ത് വായിച്ചെടുക്കുമ്പോൾ വലിയ താളപ്പിഴയിലേക്കായിരിക്കും കുടുംബങ്ങൾ എത്തുക മീൻസ് സൊസൈറ്റി എത്തുന്നത്, രാഷ്ട്രത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് ഒരു പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മുടെ മൊത്തത്തിലെ എക്കോണമിയുടെ താളപ്പിഴകളിലേക്ക് എത്തിച്ചേർക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു ഫിയറിൽ നിന്നും ഇതൊക്കെ സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വില വർദ്ധിക്കുമെന്ന് കാണുമ്പോൾ തന്നെ ബിസിനസ് വേൾഡിന് ഒരു ഹോർഡിങ് ടെൻഡൻസി വരുന്നുണ്ട്, ഹോർഡ് ചെയ്യാൻ. കാരണം ഇൻഫ്ലേഷൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഹോർഡ് ചെയ്യാൻ. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിലൊരു താളപ്പിഴയിലേക്ക് യുദ്ധം, അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മിസൈലുകൾ തീയായിട്ട് കുടുംബത്തിലേക്ക് വീടിനകത്തോട്ടൊക്കെ എത്തിച്ചേരുന്ന ഒരു ഇൻഡയറക്റ്റ് ഇക്കോണമിയുടെ അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. വ്യക്തമാണ്. നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ള, സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിലക്കയറ്റം, എണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അപ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ അതിന് കൂടുതലൊരു ഇമ്പാക്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റിന് വലിയൊരു റോള് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വഹിക്കാനില്ലേ? അതിപ്പോ രാജീവ് സാർ ഒരു പോയിന്റ് പറഞ്ഞു, ടാക്സിനെ കുറിച്ച്, സ്റ്റേറ്റ് ടാക്സ് ആൻഡ് യൂണിയൻ ടാക്സ് റിഗാർഡ് ടു ക്രൂഡ് ഓയിലും ഒക്കെ പറഞ്ഞപ്പോ, പെട്രോളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ടാക്സ് വർദ്ധിപ്പിക്കാതിരിക്കുക, ഈ സമയത്ത് ഇതുപോലത്തെ നെസസറി ഗുഡിന്റെ ടാക്സ് വർദ്ധിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് സബ്സിഡി കൊടുക്കുക എന്നുള്ളതാണ്, എവിടെയെങ്കിലും ഒരു താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് ഒരു സബ്സിഡി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റീഫണ്ട് ഫെസിലിറ്റി എങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നൗ യു പേ ലേറ്റർ ഇറ്റ് വിൽ ബി റീപെയ്ഡ് ടു യുവർ അക്കൗണ്ട് എന്നുള്ള മട്ടിൽ ഒരു റീപെയ്ഡ് ഫെസിലിറ്റി കൊടുക്കുക. ഇങ്ങനെയുള്ളതായിരിക്കണം സർക്കാർ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അത് രണ്ട് സർക്കാരിന്റെയും കൂടിയുള്ള ഒരു ആർജവത്തെ ആശ്രയിച്ചിരിക്കും, യൂണിയൻ ആസ് വെൽ ആസ് സ്റ്റേറ്റ്. അവരുടെ ഒരു ആർജവത്തെ, ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ബോഡികളുടെ ആർജവത്തെ ആശ്രയിച്ചായിരിക്കും അത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ
ശ്രീ രാജീവിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ അല്പം മുമ്പ് വന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ഈ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഈ ഡോളറിലേക്ക് ഇങ്ങനെ ആകർഷകരായിക്കൊണ്ടിരിക്കുന്നു. ഡോളർ കൂടുതൽ കരുത്ത് ആർജിക്കുന്നു. ഇപ്പോൾ ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ത്യ കറൻസിയുടെ വാല്യൂ ഏകദേശം 0.6% ഇടിഞ്ഞ് 92ലേക്ക് എത്തിയിരിക്കുന്നു ഡോളറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഡോളർ ഇങ്ങനെ കരുത്താർജിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ എക്കണോമി എത്രത്തോളം ഗുരുതരമായിട്ടായിരിക്കും ബാധിക്കുന്നത്? ഇപ്പോൾ ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡോളർ കരുത്താർജിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയല്ലേ? രണ്ട് രീതിയിൽ പറയാൻ പറ്റും നമുക്ക്. തീർച്ചയായിട്ടും അമേരിക്കൻ പോയിന്റ് ഓഫ് വ്യൂവില് അവർക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ് ഡോളർ കരുത്താർജിക്കുക എന്ന് പറയുന്നത്. നമുക്കുള്ള രണ്ട് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇമ്പോർട്ട്സും മറ്റൊന്ന് നമ്മുടെ എക്സ്പോർട്സും ആണ്. ഡോളറിന്റെ വില കൂടുന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ എക്സ്പോർട്സ് കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആവും. ഇത് സാധാരണ ഒരു എക്കണോമിക്സ് ആണ്. നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആവും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പോർട്സിനെ അത് അസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു വശം. പക്ഷെ ഇന്ത്യൻ സിനാരിയോയിൽ എന്താ വെച്ചാൽ അതിന്റെ നേരെ വിപരീതമാണ് ഇമ്പോർട്ട്സ്. ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഡോളറിന്റെ പ്രൈസ് ഇൻക്രീസ്. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ട്സും പ്രൈസ് ചെയ്തിരിക്കുന്നത് ഡോളറിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഇമ്പോർട്ട്സ് എക്സ്പോർട്സിനെക്കാട്ടിലും കൂടുതലായത് കൊണ്ട് തന്നെ ഇൻ ഇഫക്റ്റ് നമ്മുടെ കറണ്ട് അക്കൗണ്ട്, അതായത് വൈഡനിങ്ങിന്റെ തുടർന്നുണ്ടാവുന്ന ഫർദർ ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ് വരാനും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതിന് വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ റീസെന്റ് 1-2 ദിവസം മുമ്പ് ഡോളർ അപ്രിസിയേഷനെ ഒരു പരിധി വരെ തടയാനായിട്ട് RBIയുടെ ഇന്റർവെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിൽ അതൊക്കെ ചെയ്യാൻ പറ്റും, വലിയ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതില് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഇതില് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ആ വാറ് നിർത്തുക എന്നുള്ളതാണ്. ഇതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത്, ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യക്ക് മാത്രമായിട്ട് വാർ തടയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യക്ക് വാർ തടയാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന കാര്യത്തെ കുറിച്ച് ഇന്ത്യ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്പാക്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ സാമ്പത്തിക മേഖലയുടെ ഒരു അടിത്തറയായിട്ടുള്ള ഈ എണ്ണപ്പാടങ്ങളിലേക്കൊക്കെ ഒരു ആക്രമണം നടത്തുന്നു. പല എണ്ണപ്പാടങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. നമുക്കറിയാം, ലക്ഷക്കണക്കിന് പ്രവാസികൾ, മലയാളികളായിട്ടുള്ള പ്രവാസികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർ കേരളത്തിലേക്ക് അയക്കുന്ന എമൗണ്ട്, അത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് സാമ്പത്തിക മേഖലയുടെ വളർച്ചയുടെ കാര്യത്തിൽ. അപ്പോൾ ഗൾഫ് മേഖലയുടെ ഒരു അസ്ഥിരത ആ തരത്തിൽ കൂടി കേരളത്തിലെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സിനാരിയോ ചിന്തിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു സാമ്പത്തിക മേഖലയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? തീർച്ചയായും ഞാൻ ടീച്ചറിലേക്ക് വരാം, രാജീവ് സാറിനോട്. ഓക്കെ, അല്ല തീർച്ചയായിട്ടും അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, എസ്പെഷ്യലി കേരളം മാതിരിയുള്ള ഒരു സംസ്ഥാനത്തിൽ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാൻ പോകുന്ന സംഭവമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ റെമിറ്റൻസിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളുടെ NRIs പല ആളുകളുടെയും റെമിറ്റൻസ് വളരെ അവർ കൂടുതലും സേവ് ചെയ്യുന്നത് ഇപ്പോൾ ഫോറിൻ കറൻസിയിലാണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെമിറ്റൻസിന്റെ ഒരു ട്രെൻഡ് പൊതുവെ കുറവാണ്. ഒരു 10 വർഷം മുമ്പ് കേരളത്തിലോട്ട് റെമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര ഇപ്പൊ റെമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് UAE ഭാഗത്തുനിന്ന് നമ്മുടെ NRIs പല ആൾക്കാരും ഷിഫ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് അവർ യൂറോപ്പ്, അതായത് പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന ലെവലിലേക്കുള്ള സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓൾ സെറ്റ് ആൻഡ് ഇപ്പോഴും കേരളത്തിൽ ഒരു വലിയൊരു റെമിറ്റൻസ് വരുന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും പറയുന്നത്, ഇതിൽ ഏറ്റവും വലിയൊരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പറയുന്നത് ഈ റെമിറ്റൻസ് കേരളത്തിനെ ബാധിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ കേരളത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്. കേരളത്തിലേക്ക് വരുന്ന പൈസ ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മറന്നു പോവാണ്. ഓക്കെ, കാരണം നമ്മളൊരു കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമി ആയതുകൊണ്ടും എസ്പെഷ്യലി നമ്മുടെ ബ്ലൂ കോളർ ജോബിന്റെ ഒരു വലിയ ശതമാനം പുറത്തുനിന്നുള്ള ഇമിഗ്രന്റ് ലേബറേഴ്സ്, അതായത് ഇമിഗ്രന്റ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ഇമിഗ്രേഷൻ അല്ല, വിത്തിൻ ഇന്റർനാഷണൽ ഇമിഗ്രേഷനിലോ നാഷണൽ ഇമിഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പൈസ മുഴുവൻ പോകുന്നുണ്ട്. സോ ഇവിടെ റെമിറ്റൻസ് കുറയും തോറും ഓട്ടോമാറ്റിക്കലി ഇത് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ബംഗാൾ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇതിന്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ.
യെസ്, വ്യക്തമാണ്. ഞാൻ ടീച്ചറിലേക്ക് വരികയാണ്. ടീച്ചർ, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഞാൻ തൊട്ട് മുമ്പ് ചോദിച്ച ഗൾഫിലെ റെമിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചോദ്യത്തിന് അങ്ങേക്ക് ആഡ് ഓൺ ചെയ്യാം. മറ്റൊരു കാര്യം കൂടി, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ, പുതുതലമുറ, ഈ മിഡിൽ ക്ലാസ് പലപ്പോഴും തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ അവർ ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളൊക്കെ ഈ സാലറി മേടിക്കുന്നത് EMI അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ ഇങ്ങനെ പല തമാശ രൂപേണ പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ ഇനി വർദ്ധിച്ചു വരാനേ ഒരു സാധ്യതയുള്ളൂ നിലവിലെ ലോക പൊളിറ്റിക്സിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. അതിനാൽ തന്നെ ഒരു സേവിങ്സിന്റെ ഒരു പ്രാധാന്യം കൂടി, ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ആ ഒരു പ്രാധാന്യം കൂടി നമ്മെ അത് എടുത്തു കാണിക്കുന്നില്ലേ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്? യുദ്ധം അങ്ങനെ വലുതാകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എത്രയും വേഗം അവസാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹം. കാരണം ഒരു റിവേഴ്സ് മൈഗ്രേഷനുള്ള ഒരു പോസിബിലിറ്റി നമ്മളപ്പോൾ മുന്നിൽ കാണണമേ. മൈഗ്രേഷൻ ആണ് ഈ കേരളത്തിൽ ഇപ്പൊ ഗൾഫ് മൈഗ്രേഷൻ ആണ് ഒരു കാലഘട്ടത്തിൽ കേരള എക്കോണമിയെ വളർത്തിയതും പിടിച്ചു നിർത്തിയതും നമുക്ക് പറയാം. ഗൾഫിൽ നിന്ന് ഇന്നിപ്പോ USA-യിലേക്കും UK-യിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാണ്. കാരണം ഗൾഫ് അവർക്ക് സ്ഥിരമായ ഒരു പാർപ്പിടം മേടിക്കാനോ സ്ഥിരമായി താമസിക്കാനോ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. കുറെ കൂടി ചാമിങ് ആണെന്ന് പറയും US എക്കോണമി ആൻഡ് യൂറോപ്യൻ എക്കോണമി ഒക്കെ. ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ ഒക്കെ കുറച്ചുകൂടി ചാമിങ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ പറഞ്ഞ പോലെ കേരളത്തിലേക്കുള്ള ഒരു ഇൻഫ്ലോ ഓഫ് ദ ഫോറിൻ ക്യാപിറ്റൽ ഇൻ ഡിഫറെന്റ് വേസ് ആസ് വെൽ ആസ് സേവിങ്. ചോദിച്ച ചോദ്യം സേവിങ്സ് ആണ്. സേവിങ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും inflow of capital in the form of savings and investment will be reduced unless and until we don't have a hope for reverse migration. Okay, we don't know what is going to be happen because നമ്മളിപ്പോഴത്തെ ലാൻഡ് വിലയൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ why land prices are falling just because there is nobody is going to settle here എന്നുള്ളൊരു, especially our second generation, third generation, they are not going to settle here. അതിൽ നിന്നാണ് നമ്മുടെ ലാൻഡ് വാല്യൂ ഒക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്നതും ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് സേവിങ്ങിനെ ബാധിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇൻകം പ്യുവർ എക്കണോമിക്സ് പറയുകയാണെങ്കിൽ ഇൻകം മൈനസ് കൺസംഷൻ ഈസ് സേവിംഗ് എന്ന് പറയും. പക്ഷെ അത് തെറ്റായ ചിന്തയാണ്. ആക്ച്വലി ഇൻകം മൈനസ് സേവിങ് ഇസ് ഈക്വൽ ടു കൺസംഷൻ എന്നാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾക്കൊരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ്കിങ് പ്രോസസ് വരേണ്ടത് ഹൗ മച്ച് ഐ ക്യാൻ സേവ്, വെദർ ഐ ക്യാൻ സേവ് 20% or 30%. സോ what is left after saving is consumption. ഇപ്പൊ കൺസംഷൻ ചോദ്യത്തിലേക്ക് വരികയാണ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവിങ് എക്സ്പെൻഡിച്ചർ കുറയും. സേവിങ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞെന്നാൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരികയാണ്. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയുന്നു. പ്രൊഡക്ഷൻ കുറഞ്ഞാൽ എംപ്ലോയ്മെന്റ് കുറയുന്നു. എംപ്ലോയ്മെന്റ് കുറഞ്ഞാൽ ഇൻകം ജനറേഷൻ കുറയുന്നു. ഇൻകം ജനറേഷൻ കുറഞ്ഞാൽ വീണ്ടും ദ സെയിം ട്രാപ്പ്. സോ ഇതൊരു വിഷ്യസ് സർക്കിളാണ്. ഈ വിഷ്യസ് സർക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്? ഇക്കോണമിയിൽ അപ്സ് ആൻഡ് ഡൗൺസിനേക്കാൾ ഏറെ എക്കോണമി അങ്ങ് സ്റ്റക്കാകുകയാണ്. എക്കോണമി സ്റ്റാഗ്നന്റ് ആകുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം തന്നെ സ്റ്റക്കായെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എക്കണോമിക്സ് ഇസ് ദ ബേസിക് എക്കണോമിക് ഫ്ലോ, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇസ് ദ ബേസിക് ഓഫ് ലൈഫ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കൺസംഷൻ ഇതുപോലെ കൂടി, ഇപ്പൊ നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞു, കൺസംഷൻ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സേവിങ് എക്കോണമിയെ ബാധിക്കും. ബിക്കോസ് ഇപ്പൊ തന്നെ RBIയുടെ ഇന്റർഫിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും സേവിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം, അത് വേറെ കണക്കാണ്. അപ്പൊ ഈ സേവിങ് ഈസ് നോട്ട് അട്രാക്റ്റീവ് എന്നുള്ളത് മാത്രമല്ല വരുന്നത്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ടും സേവിങ് കുറയാം. അത് എക്കോണമി മൊത്തത്തിൽ ഒരു ഡയലാമയിൽ കൊണ്ടായിരിക്കും നിർത്താൻ പോകുന്നത്. വളരെ വ്യക്തമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ യുദ്ധം എത്രയും വേഗം തന്നെ അത് അവസാനിക്കട്ടെ. കാരണം അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ ഓരോ ദിവസവും അത് നീണ്ടു പോയി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്, സാധാരണക്കാരുടെ ജീവിതത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ യുദ്ധം എത്രയും വേഗം, ചില ദിവസം നമുക്കൊരു പ്രതീക്ഷ വരും ദിസ് ഈസ് ഗോയിങ് ടു എൻഡ് എന്ന്. പക്ഷെ പിറ്റേ ദിവസം ഇഫ് യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദ മീഡിയ എത്രത്തോളം, നമ്മൾ മീഡിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടോ, മീഡിയ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണല്ലോ പോണത്. അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് ദ ന്യൂസ് ആൻഡ് ഇറ്റ്സ് ന്യൂസ് വാല്യൂ. നമ്മൾ പറയുന്നത് എത്രയും വേഗം അവസാനിക്കുന്നത് തന്നെയാണ്. അത് മനുഷ്യ മനസാക്ഷിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ എക്കണോമിക്സുകാർ പറഞ്ഞ എക്കണോമിക്സിന് വേണ്ടി കൂടി അവസാനിക്കണമെന്ന്. ഞാൻ ഒരു കാര്യം കൂടി, ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യം മനസ്സിൽ വന്നുകൊണ്ട് രാജീവ് സാറിൽ ഒരിക്കൽ കൂടി വരികയാണ്. നമുക്ക് ഈ ഒരു യുദ്ധം, ഇത് പല കാരണങ്ങളുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ അകത്തൊരു സാമ്പത്തിക
കണ്ണുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സംശയിക്കാൻ സാധിക്കും? നമുക്കറിയാം ഇറാൻ ഒരു ഓയിൽ റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇപ്പോൾ നേരത്തെ വെനിസ്വലയിലും അമേരിക്ക നടത്തിയ ഓപ്പറേഷനിലും അത്തരത്തിലുള്ളൊരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. പലപ്പോഴും ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ഫിനാൻസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള യുദ്ധങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അല്ല, എത്രത്തോളം ഒരു വാസ്തവമുണ്ട് നിലവിലൊരു സിനാരി വെച്ച് നോക്കുമ്പോൾ? ഇതിലൊരു നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ വായിച്ചതും കേട്ടതും നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ US-ന് ഏറ്റവും വലിയ ഒരു എക്കണോമിക് ത്രെട്ട് ആയിട്ടുള്ളത് ചൈനയാണ്. ഓക്കെ, ഈ ചൈനനെ നേരിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ വന്നിരുന്ന ടാരിഫ് വാറിൽ വ്യക്തമായിട്ട് ഇവർ മനസ്സിലാക്കി. കാരണം ഇവര് 25% നിന്ന് 50% ആക്കുമ്പോൾ ചൈന നേരെ 100% ആക്കുന്നത്. സോ ടാരിഫ് വാറിൽ ഇവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നും കൃത്യമായിട്ട് സ്റ്റാൻഡ് ആ രാജ്യത്തിന് ഉണ്ടെന്നും ആരുടെ മുമ്പിലും തലകുണിക്കില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് ആ ചൈന എടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. അപ്പോ ഇതില് അതിന്റെ ഒരു ടൈം ലൈൻ ഓഫ് ഇവന്റ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഓയിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് വെനിൻസുല ഉണ്ടായിരുന്നു. അതേമാതിരി ഈ ഗൾഫ് ഓഫ് എന്താണ് ഇപ്പോ ഒരു ഗൾഫ് അടഞ്ഞു ഇതുണ്ടല്ലോ, ആ ഭാഗത്ത് വരുന്ന അതെ അവിടെ അതിലൂടെ വരുന്ന ഓയിലിലാണ് ഇവരുടെ മെയിൻ സപ്ലൈ ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് റഷ്യയും ഉണ്ട്. ഇവര് ലക്ഷ്യമിട്ടിരിക്കുന്നത് വെച്ചാൽ അവിടെ വെനിൻസുലയുടെ ഓയിലിനെയും ഇവര് ക്യാപ്ചർ ചെയ്തു, US ക്യാപ്ചർ ചെയ്തു. അതേമാതിരി ഈ ഗൾഫിലൂടെ വരുന്ന ഓയിലിന്റെ നീക്കുപോക്കം തടയാൻ പറ്റി. അങ്ങനെ ചൈനയുടെ ക്രൂഡ് ഓയിലിലൂടെ അവരെ ഒന്ന് നമുക്ക് സ്ട്രാങ്കിൾ ചെയ്യാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ചെയ്യുന്നതാണെന്നാണ് കണ്ടാ തോന്നും. പുറമെ ഇതൊരു ഇറാൻ ഇസ്രായേൽ US പ്രശ്നമാണെങ്കിൽ പോലും ഇതിലൊരു കൊളാട്രൽ ഡാമേജ് ചൈനയ്ക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത, അതിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ നെഗോസിയേഷനിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയിക്കാവുന്നതാണ്. നമുക്കിത് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഉള്ളതാണ് സംഭവം. വളരെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം എത്രയും വേഗം തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ ചർച്ചയിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പങ്കുവച്ച ശ്രീ രാജീവ് രാമനാഥ്, ഒപ്പം തന്നെ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, രണ്ടുപേർക്കും നന്ദി.